പഴയങ്ങാടി പാലത്തിൽ കാർ നിയന്ത്രണം വിട്ട് കൈവരിയിലേക്ക് ഇടിച്ചു കയറി. കണ്ണൂർ കക്കാട് സ്വദേശി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പാലത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പഴയങ്ങാടി പാലത്തിൽ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കൈവരിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഇടിച്ചു തിരിഞ്ഞ് മുൻഭാഗത്തെ ടയർ കൈവരിയിൽ കുടുങ്ങുകയും ചെയ്തു. കൈവരി തകർന്ന് കാർ നിലംപതിച്ചിരുന്നുവെങ്കിൽ അത് വലിയൊരു അപകടമാവും ഉണ്ടാക്കുക. കണ്ണൂർ കക്കാട് സ്വദേശി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിസാര പരിക്കേറ്റയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വലിയ ഗതാഗതക്കുരുക്കും പാലത്തിൽ അനുഭവപ്പെട്ടു. നാട്ടുകാർ ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത്. പാലത്തിൽ അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് പെട്ടെന്ന് അയാളടുത്ത് നിയന്ത്രണം വിട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന വണ്ടി റൈറ്റ് സൈഡിൽ പാലത്തിൻ്റെ സൈഡിൽ തട്ടിയിട്ട് വീല് പൊട്ടുകയും അങ്ങനെ വണ്ടി അടിമറിഞ്ഞ് പിന്നെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് അത് നേരെയാക്കി. ഇവിടെ അധികം അപകടം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അതുപോലെ ഇപ്പുറ സൈഡ് തന്നെ ഇതിനു മുമ്പ് കാറ് തട്ടിയിട്ട് ആ പാലത്തിൻ്റെ സൈഡ് ഭിത്തി തന്നെ പൊട്ടിയിട്ടുണ്ട്. അതൊന്നും ഇതുവരെ നേരെയാക്കിയില്ല, മുളയെല്ലാം വെച്ച് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ശരിക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന്. പാലത്തിന്റെ വീതി കുറവും വാഹനങ്ങളുടെ അമിത വേഗതയും പലപ്പോഴും അപകടത്തിനിടയാക്കുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. യാത്രക്കാരുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ കാടും വളർന്നിട്ടുണ്ട്. ഇത് മുറിച്ചുമാറ്റണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.